ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഒരു പുതിയ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. അത് നമ്മുടെ കേരളീയരുടെ എല്ലാ വീടുകളിലുമുള്ള ഒരു മരമാണ് പുളിഞ്ചിക്ക. അത് സീസണിൽ കാച്ചു തുടങ്ങിയാൽ മൂട് മുതൽ മണ്ട വരെ ഒരുപോലെ കായ്ച്ച് അസൂയഭകമായ ഒരു ഫലമാണ് തരുന്നത്. ഇത് നമുക്ക് സാധാരണ എല്ലാ വീടുകളിലും അച്ചാറുണ്ടാക്കാൻ മാത്രമേ കൊള്ളൂ. അത് അങ്ങനെയാണ് ചെയ്യുന്നത്. അച്ചാറുണ്ടാക്കുന്ന തന്നെ അതെടുത്ത് പുളിഞ്ചിക്ക എടുത്ത് തിളച്ച വെള്ളത്തിലിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ അതിൻ്റെ കടുത്ത പുളി ഒന്ന് മാറിയ ശേഷമാണ് അച്ചാറിടുന്നത്. എങ്കിലേ നമുക്ക് ഒരുവിധം ഒരു നല്ലൊരു പുളി അതിനകത്ത് കിട്ടുള്ളൂ. അല്ലെങ്കിൽ പുളിഞ്ചിക്ക അറിയാമല്ലോ, പുളിഞ്ചിക്ക ഒന്ന് ഒരു കടി കടിച്ച് നോക്കിയാൽ അറിയാം, മുഖം ചുളിയാത്ത ആരുമില്ല. എല്ലാവരുടെയും മുഖം ചുളിയാൻ ഒരു പുളിഞ്ചിക്ക കടിച്ചാൽ മാത്രം മതി. അത്ര കടുത്ത പുളിയാണ്. പക്ഷെ കായ്ക്കുമ്പോഴത്തേക്ക് നിറച്ച് കായ്ക്കും. സീസണിൽ കായ്ക്കുമ്പോൾ അത് കഴിഞ്ഞാൽ അത് പഴുത്ത് വീഴുമ്പോൾ അതിന്റെ ചുവട് മുഴുവനും വീണ് വൃത്തികേടായി ഒരുമാതിരി വൈരാഗ്യം തീർക്കുന്നത് പോലെ വൃത്തികേടായി കളയും. ഒന്നും ചെയ്യാൻ പറ്റൂല. അപ്പൊ നമുക്കതിനെ പുതിയൊരു ഐറ്റം നമുക്കുണ്ടാകാം. ഈ പുളിഞ്ചിക്ക കൊണ്ട്. ഈ പുളിഞ്ചിക്ക ഇല്ലാത്ത വീടുകളൊന്നുമില്ല. നിങ്ങൾക്കത് ഞാൻ പറയുന്ന അനുസരിച്ച് നിങ്ങൾക്കാണെങ്കിൽ പിന്നീട് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ഇതിന് നമുക്ക് പുളിഞ്ചിക്ക പഴം കയ്യിൽ ഓരോന്നായിട്ട് തീർത്തെടുക്കണം. താഴെ വീഴാതെ എടുക്കണം. താഴെ വീണാൽ അത് ചതഞ്ഞു പോകും. പിന്നെ അത് കൊള്ളൂല, മണ്ണാകെ കയറും. അപ്പോൾ അത് നമ്മളൊരു പാത്രം കൊണ്ടുവന്ന് അതിൻ്റെ പുളിഞ്ചിക്ക പഴുത്തത് നോക്കി നമ്മളത് കളക്ട് ചെയ്യണം. പഴുത്തത് മാത്രം. ആ പഴുത്ത പുളിഞ്ചിക്ക നമ്മൾ കൊണ്ടുപോയി അതിൻ്റെ ഞെട്ടെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി ഒന്ന് കഴുകി ഏകദേശം 1 കിലോ അളവിനുള്ളതാണ് ഇപ്പം ഞാൻ എടുക്കുന്നത്. പുളിഞ്ചിക്ക 1 കിലോ. നമ്മൾ പുളിഞ്ചിക്ക നന്നായിട്ട് കഴുകി ഒരു അരിപ്പ പോലത്തെ ഒരു പാത്രമുണ്ട്, അത് കാണുന്നുണ്ടല്ലോ. ആ അരിപ്പ പോലത്തെ പാത്രത്തിൽ നിറച്ചൊഴിക്കുക. ഒഴിക്കുമ്പോഴത്തേക്ക് അടിയിലത്തെ വെള്ളം കംപ്ലീറ്റ് വാർന്നു പോകും. അതിനകത്ത് പിന്നെ വെള്ളം ശേഷിക്കാത്ത രീതിയിൽ, അത് ഡ്രൈ ആയിട്ട് ഒരു തുള്ളി വെള്ളവും അതിനകത്ത് പാടില്ല. അത് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഒരു 1.5 ലിറ്റർ വെള്ളം തിളപ്പിച്ച ശേഷം അത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം. അതിനുശേഷം ആ വെള്ളത്തിലേക്ക് 1 കിലോ പഞ്ചസാര ഇടണം. അത് നന്നായിട്ട് ലയിപ്പിക്കണം. വെള്ളത്തിൽ നന്നായി ലയിച്ച ശേഷം ഈ നമ്മൾ തോർത്തി വെച്ചിരിക്കുന്ന പുളിഞ്ചിക്ക എടുത്ത് അതിലേക്ക് ഇട്ട് മിക്സ് ആക്കുക. ഒന്ന് ഇളകി കൊടുക്കുക. നന്നായിട്ട് ഇളകിയ ശേഷം പിന്നെ അത് എടുക്കാൻ പാടില്ല, അടച്ചു വയ്ക്കുക. അടച്ചു വെച്ചിട്ട് ഒരു 4 ദിവസം അതേപോലെ നന്നായിട്ട് എയർ കയറാതെ അടച്ചു വെക്കണം. 4 ദിവസം കഴിയുമ്പോൾ അതിനെ വീണ്ടും തുറന്നിട്ട് അതിലൊരു 250 മില്ലി തേൻ ഒഴിക്കണം. ആ തേൻ ഒഴിച്ച് വീണ്ടും നമ്മൾ ഈ പഞ്ചസാരയും ലായനിയും പുളിഞ്ചിക്കയും തേനും കൂടെ നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കിയ ശേഷം വീണ്ടും അടച്ചു വെക്കുക. അടച്ചു വെച്ച ശേഷം പിന്നെ നമ്മളൊരു 4-5 ദിവസം അത് കഴിഞ്ഞ് വീണ്ടും എടുക്കുക. അപ്പോഴത്തേക്ക് നമ്മൾ ഈ പുളിഞ്ചിക്കയുടെ എല്ലാ പുളിയും ഈ ലായനിയിൽ പിടിച്ചു കഴിയും. ഊറി വരും. ആ ഊറി വരുന്ന സമയത്ത് നമ്മൾ ഈ പുളിഞ്ചിക്കയെ വീണ്ടും ആ അരിപ്പ പോലത്തെ പാത്രത്തിലേക്ക് വീണ്ടും മാറ്റിയിട്ട് വരുമ്പോഴത്തേക്ക് അതിനകത്ത് കിട്ടുന്ന നമ്മൾ ലയിപ്പിച്ചെടുത്ത ലായനികൾ, അതായത് തേനും പഞ്ചസാരയും പിന്നെ ഈ ഊറി വന്ന പുളിഞ്ചിക്കയുടെ പുളിരസവും മിക്സായി കിടക്കും. അതിനെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കണം. മാറ്റി വെച്ച ശേഷം ഈ പുളിഞ്ചിക്ക എടുത്ത് നമ്മൾ നല്ല ചൂടുള്ള വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം. അത് നന്നായിട്ട് ഉണങ്ങണം. മിനിമം ഒരു 5 ദിവസം മിനിമം വേണം അത് ഉണങ്ങി കിട്ടാൻ വേണ്ടി. ത്രൂ ഔട്ട് ഉണങ്ങിയാൽ അത് കംപ്ലീറ്റ് ഡ്രൈ ആവണം. കംപ്ലീറ്റ് ഉണങ്ങുമ്പോൾ അത് ഒരു ബ്രൗൺ കളറിൽ കിട്ടും. ആ ബ്രൗൺ കളറിൽ കിട്ടുന്നതിനെ നമ്മൾ ഒരു പാത്രത്തിൽ മാറ്റി വയ്ക്കുക. എന്നിട്ട് ജ്യൂസ് നമ്മളിത് ലായനിയിൽ കിട്ടുന്ന ജ്യൂസ്, അതിനെ പുളിഞ്ചിക്ക ജ്യൂസ് എന്ന് പറയാം. പിന്നെ പുളിഞ്ചിക്കയുടെ കംപ്ലീറ്റ് പുളിയും അതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. തിരിച്ച് ആ പുളിഞ്ചിക്കയിൽ പഞ്ചസാരയും തേനിന്റെയും ടേസ്റ്റ് വന്നിട്ടുണ്ട്. നല്ല മധുരമാണ് ഇപ്പം. സാധാരണ പുളിഞ്ചിക്ക എടുത്ത് മണപ്പിച്ചാൽ നല്ല മണമായിരിക്കും. പഴുത്ത പുളിഞ്ചിക്ക ഉണങ്ങുമ്പോൾ ഒരു നല്ല മണം കിട്ടും. ഇപ്പൊ ഇത്രയും ഈ ലായനിയിൽ ലയിപ്പിച്ചെടുത്ത് ഉണക്കിയെടുത്തുകൊണ്ട് അതിന് കുറച്ചുകൂടെ മണമുണ്ട്. നല്ല മണമാണത്. നല്ല ടേസ്റ്റാണ്. നമ്മളതെടുത്ത് കഴിച്ചു നോക്കുക. ഇതാണ് നമ്മുടെ പുളിഞ്ചിക്ക ഡ്രൈ ഫ്രൂട്ട്. വളരെ സ്വാദിഷ്ടം. എടുത്ത് കഴിച്ചു നോക്കുമ്പോൾ അറിയാം അതിന്റെ ടേസ്റ്റ്. ഈ ഡ്രൈ ഫ്രൂട്ട്സിൽ നമുക്കിനി വേറൊരു ഐറ്റം കൂടെ ചെയ്യാൻ പറ്റും. അത് നമുക്കിനിയിപ്പോൾ അച്ചാറുണ്ടാക്കാം. അത് നല്ല സൂപ്പറായിരിക്കും. അത് നമുക്ക് ബിരിയാണിക്കോ ഫ്രൈഡ് റൈസിനോ ഉപയോഗിക്കാം. നിങ്ങളെല്ലാം കൂടെ ശ്രമിച്ചു നോക്കണം അച്ചാറുണ്ടാക്കാൻ. അതല്ലെങ്കിൽ അടുത്ത വീട്ടിൽ ഞാൻ അത് അച്ചാറിട്ട് കാണിക്കാം. ഇതുപോലെ ചെയ്യുമ്പോൾ നമ്മൾ കിട്ടുന്ന ജ്യൂസിൻ്റെ അടുത്ത് കളക്ട് ചെയ്ത് അത് മാറ്റി വയ്ക്കണം. എന്നിട്ട് നിങ്ങളതൊന്ന് വെറുതെ ഒന്ന് ടേസ്റ്റ് നോക്കണം. ആ ജ്യൂസിന്റെ ഒരു ടേസ്റ്റ് നോക്കണം. ആ ജ്യൂസ് കൊണ്ട് വേറെ ഒരുപാട് പ്രയോജനമുണ്ട്. ഈ പുളിഞ്ചിക്ക ജ്യൂസിൽ നിന്ന് നമുക്ക് സർബത്ത് ഉണ്ടാക്കുന്നതിൽ ഉപയോഗിക്കാം. ഇഞ്ചിയും നാരങ്ങയും ഉപയോഗിക്കാം. സോഡ ഉപയോഗിക്കാം. പിന്നെ നമുക്ക് പ്ലെയിൻ ആയിട്ട് ഉപയോഗിക്കാം. ഏറ്റവും നല്ല ടേസ്റ്റ്. ഇത്രയും നല്ല ടേസ്റ്റുള്ള ഒരു ജ്യൂസ് കിട്ടിയിട്ടില്ല, കഴിച്ചിട്ടുമില്ല. അത്ര മനോഹരമായി അത് ചെയ്തിരിക്കുകയാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ. പുളിഞ്ചിക്ക മരത്തിനെ വെട്ടിക്കളയരുത്. അത് വളരെ ഐശ്വര്യമുള്ള ഒരു മരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് നമ്മൾ ഈ നേരത്തെ ഒരു പച്ചയ്ക്ക് കഴിക്കും പോലെ അല്ല. ഇപ്പൊ അതിന്റെ രൂപവും ഭാവവും ഒക്കെ മാറി തീന്മേശയിൽ എത്തിച്ചിട്ടുണ്ട്.
ഈ കൊറോണ സമയത്ത് വീട്ടിലിരിക്കുമ്പോഴേ നമുക്ക് ഇങ്ങനെയൊക്കെ തോന്നും. അങ്ങനെ തോന്നിച്ച ഒരു സാധനമാണ് ഈ പുളിഞ്ചിക്ക. കൊറോണ പീരീഡ് നമുക്ക് സമയം കളയാൻ ഇത് കൊള്ളാം. ഇങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക, വീടുകളിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക, അത് എല്ലാവരും കൊടുക്കുക, അവർ കഴിക്കട്ടെ, അതിന് ടേസ്റ്റ് പറയട്ടെ. അപ്പോൾ നിങ്ങൾ പുളിഞ്ചി മരത്തെ വെട്ടിമുറിച്ച് കളയരുത്. അത് നമ്മുടെ സ്വന്തം മരമാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക, ഇത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരിലും നിങ്ങൾ ഇത് എത്തിക്കണം. നിങ്ങൾ എന്നിട്ട് നിങ്ങൾ വീട്ടിൽ തന്നെ ഇത് പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം.